മോർണിംഗ്. സമയം 5 മണിയായി കാണുമല്ലേ? 4:45. ഓക്കെ, 4:45. നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ സൺറൈസ് കാണാനായിട്ട് സാരംകോട്ട് പോകും. അതിനുവേണ്ടി ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട്. തണുപ്പായിരിക്കും പുറത്ത്, നല്ല തണുപ്പായിരിക്കും. ഇന്നലത്തെ രാത്രിത്തെ കണ്ടീഷൻ വെച്ചിട്ട് രാവിലെ നല്ല തണുപ്പായിരിക്കും. സോ ഞങ്ങൾ ഇക്കടെ ഗ്ലൗസ് എൻ്റെ കയ്യിൽ റെഡിയായി ഇറങ്ങി. राइट जाइए मेन रोड आ जाएगा, राइट जाएगा तो 0 आ जाएगा, सही है। मैप डालेगा आएगा और ये जब आएगा तो उधर सारंगपुर जाने का रास्ता देखेगा, उधर से जा सकते हैं। പുള്ളിയെടുത്ത് ഒന്ന് വഴി ചോദിച്ചതാ. പുള്ളി ആത്മാർത്ഥമായിട്ട് വഴി പറഞ്ഞു വരുന്നുണ്ട്. ഹായ്, നൈസ്. ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടക്കുന്നത് കാരണം നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. ബട്ട് ഈ വ്യൂ കാണാൻ പറ്റി. നോക്കൂ, ഭയങ്കര ക്ലൗഡി. എന്തോ ക്ലൗഡ് ബെഡ് നോക്കൂ അവിടെ, കണ്ടോ? അത് ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. നമ്മൾ കയറി വന്നപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. കണ്ടോ അവിടെയൊക്കെ അതൊക്കെ നല്ല ക്ലൗഡി ആയിട്ട് ഇരിക്കുകയല്ലോ അവിടെ. സോ ഞങ്ങൾ വിചാരിക്കുന്നു മുകളിലേക്ക് കൂടെ കയറിയിട്ട് അതുകൂടെ അവിടെ എന്തുണ്ടെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കണ്ട് ഗൈസ്, അന്നപൂർണ മൗണ്ടൈൻ്റെ ചെറിയൊരു ഭാഗം കണ്ടു. വളരെ ചെറിയ ഭാഗം, സ്നോ ഒക്കെ ആയിട്ട്. അയ്യോ, അത് രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ ചെറിയൊരു ഭാഗമേ കണ്ടുള്ളൂ, ബട്ട് അതിനെക്കാട്ടി കൂടുതലുണ്ടെന്നാണ് അപ്പൂക്ക പറയുന്നത്. ഓ, സീൻ. വെരി ഹെൽപ്ഫുൾ പീപ്പിൾ. ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് മുകളിൽ പോയി. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മുകളിൽ പോകണം. വാ, അല്ല വാ. കണ്ടപ്പോൾ ഒരു പവറായി. Excuse me. There. The snow one. No, the mountain. The snow one. കിട്ടുന്നില്ല. ദേ ഇവിടെ എന്നാ കുറച്ച് ഭാഗം കാണാന്തോ. ഞാൻ അവിടെ പോയിന്ന് നോക്കിയപ്പം ആ സൈഡിലാണ് കണ്ടത്. അല്ല, അവിടെ കുറച്ച് കാണാം. ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ കേബിൾ കാറിൽ കയറിയപ്പോൾ ഇതൊക്കെ കാണേണ്ടതാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇത് ഇത്രയും ഭാഗം കണ്ടോ,
അവിടെ ആക്ച്വലി നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലയാണ് അന്നപൂർണ മൗണ്ടൻ എന്ന് പറയും. ഭയങ്കര ഹ്യൂജായിട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇത്. നമുക്ക് ഈ താഴെ എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണാൻ പറ്റും. അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ആ താഴെ നിന്നാണ് കയറി വന്നത്. അവിടെ നിന്ന് കയറി മുകളിൽ വന്നു. ഹേയ്, ആ ക്ലൗഡ് ബെൽറ്റ്സ് നോക്കൂ. അവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. കുറേ സ്റ്റെപ്പുകൾ കയറിയെങ്കിലും വെറുത്തായിരുന്നു കേട്ടോ. മുകളിൽ ചെന്നപ്പോഴേ കുറച്ച് ഭാഗം കണ്ട്. ഇല്ല നിൽക്കുന്ന ചേട്ടൻ്റെ കടയിൽ കയറി ഒരു ചായയും ഒരു കട്ടനും ഒക്കെ കുടിച്ചിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇതാണ് വ്യൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതെല്ലാം ക്ലൗഡ്സാണ്. ആൻഡ് അവിടെ ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടക്കുക. അവിടെ ആക്ച്വലി വലിയ മൗണ്ടൻസ് ഉണ്ട്. ഈ അന്നപൂർണ മൗണ്ടൻസിന് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ടുണ്ട്. പക്ഷേ ക്ലൗഡി ആയത് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ ഹെൽമെറ്റ് വെക്കാനൊക്കെ പുള്ളി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെയാണ് ഹെൽമെറ്റ് വെച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മളിനിയിപ്പം പോവും. ബൈക്ക് ദേയിൽ അവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു ചേട്ടനായിരുന്നു. ഇവിടെ എല്ലാവരും വന്നാലും ആ ചേട്ടൻ്റെ കടയിൽ കയറുക. ഫ്രീ പ്രൊമോഷൻ ചേട്ടന്. നല്ല ചേട്ടനായിരുന്നു. നല്ല കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ട്. പിടിച്ചേടെ, എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ പേടിയാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്നു. ഭയങ്കര ക്ലൗഡ്. നമ്മൾ ഗന്ത്രുക്ക് പോയിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് പോകാനായിരുന്നു ഗന്ത്രുക്ക് വില്ലേജ്. നല്ല വില്ലേജിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ വില്ലേജിൽ പോയാലും ഇതേപോലെ ഈ മൗണ്ടൈൻസ് കാണുക എന്നുള്ള ഇതിലാണ് വില്ലേജിൽ പോകുന്നത് എല്ലാവരും. പക്ഷേ ഇത്രയും ക്ലൗഡ്. വൈകുന്നേരം പോവുമോ? വൈകുന്നേരം പോയി നോക്കാം, കാണുമല്ലേ എന്നൊക്കെ സെക്കൻഡറി. ഇപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ ഇച്ചിരിയെങ്കിലും കണ്ടില്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കണ്ടാലോ. പോവാം. മരം നിൽക്കുന്നൊക്കെ അത് കൊള്ളാം. 2 മരം കൊള്ളാം കേട്ടോ. നേച്ചേഴ്സ് ബ്യൂട്ടി. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മഞ്ഞാണെന്ന്. അല്ല, അത് ക്ലൗഡാണ്. പറ്റിച്ചേ. നാട്ടിലെവിടെ? കൊല്ലം. മലപ്പുറം. സംസാരിച്ചെടുക്കും മനസ്സിലായി. അങ്ങനെ മൊത്തത്തില് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ കയറിയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഭൂട്ടാൻ കയറിയിട്ട് പിന്നെ അങ്ങനെ വെസ്റ്റ് ബംഗാൾക്ക് ഇറങ്ങി. അല്ല, ഭൂട്ടാനിൽ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഭൂട്ടാനിൽ കയറുന്നുണ്ടോ? ഭൂട്ടാനില് കയറണം കരുതുന്നുണ്ട്. 2 ദിവസത്തെ പെർമിറ്റ് അതിൽ എടുത്തിട്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു 10 റുപ്യന്റെ അടുത്ത് വരുന്നു. 2 ദിവസത്തേക്ക് തന്നെ അത് മാത്രം വരും. 4000 അതിലേറെ വരും. 4500 വണ്ടിക്ക് മാത്രം വരും. പിന്നെ ഗൈഡ് കാണാം. അതൊക്കെയാണ്. നമ്മളതാണ് ജസ്റ്റ് കേറിട്ട് ഇറങ്ങാനാ പ്ലാൻ. അതെ, നോക്കട്ടെ. ജസ്റ്റ് അങ്ങനെ അവിടെ ചെന്നിട്ട് മട്ടമായി. അതാണ് എപ്പോഴും നമ്മളും അങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്. അതെ, അവിടെ എത്തിയിട്ട് എന്താ നിങ്ങൾ ഏത് വഴിയാ കയറിയത്? സെനോളി വഴി കയറിയ? സെനോളി വഴി. ഞങ്ങൾ റെക്സോൾ വഴി. നിങ്ങൾ ഇറങ്ങാൻ പോണത് ബീഹാർ വഴി അതോ? അല്ല, നമ്മൾ കയറിയ ആ വഴിയാ, റെക്സോൾ വഴി കയറി. ഇനി നമ്മൾ പോകുന്നത് നേരെ സിക്കിം ചാടും. ഇവിടുന്ന് ഡാർജിലിംഗ് ചാടിയിട്ട് ഡാർജിലിംഗിൽ നേരെ ഭൂട്ടാൻ കയറിയിട്ട് ഭൂട്ടാൻ നേരെ വെസ്റ്റ് ബംഗാൾ. അങ്ങനെ തന്നെ പ്ലാൻ. ഞങ്ങളത് കണ്ടേ. പാത്തു,
ഇത് നമ്മുടെ സ്റ്റേ. ആൻഡ് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്കിനി റൂഫ് ടോപ്പിൽ കയറി നോക്കാം. ഇപ്പം അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്കും മൊത്തം ക്ലൗഡി ആയിരുന്നു. ഇപ്പം കുറച്ച് ക്ലൗഡ് മാറിയപ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങ് വരെ പോയത്. സത്യം കണ്ണിന്റെ മുന്നിലുണ്ടായിരുന്നിട്ടേ ഇങ്ങനെ കറങ്ങി കിടക്കുക. അതേല അവിടുന്നേ ഉണ്ട് കണ്ടോ, അവിടുന്നേ ഉണ്ട്, ഇങ്ങനെ കറങ്ങി കിടക്കുക. അതായിരുന്നു ഏറ്റവും കിടിലം. ഭയങ്കര ഹൈറ്റായിരുന്നു അതിന്, ഇതിനൊക്കെ കാട്ടി ഹൈറ്റായിരുന്നു. ആൻഡ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്നാലും കാണാം. ഐ എം ഹാപ്പി. ഹേയ് ഗായ്സ്, നമ്മളിപ്പം ഗന്ധർഗ് വില്ലേജിലേക്ക് പോവുകയാണ്. ആൻഡ് ബൈക്ക് എടുക്കാൻ പോയേക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ഹെൽമെറ്റും ഗ്ലൗസും എല്ലാം ഇട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സമയം 2:30. നമ്മൾ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാനായിരുന്നു പ്ലാൻ. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ബേസിക്കലി എല്ലാവരും പോകുന്നത് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ആൻഡ് അവിടെ ചെന്നാൽ ഈ മൗണ്ടെയ്ൻസ് അന്നപൂർണ മൗണ്ടെയ്ൻസ് നല്ല ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം എനിക്ക് അറിയാൻ വയ്യ, നല്ല ക്ലൗഡിയാണ്. രാവിലെ ഞാൻ അവിടെ കാണിച്ചപ്പോഴത്തേക്കും മൗണ്ടെയ്ൻസ് ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പം ക്ലൗഡ് വന്നിട്ട് മറഞ്ഞിട്ട് ഒന്നും കാണാൻ വയ്യ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ. You're so sweet, my honey. Baby, ചൗമീൻ. ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ചൗമീൻ, വിച്ച് ഈസ് നൂഡിൽസ്, പിന്നെ മോമോസ്, പിന്നെ ഫ്രൈഡ് റൈസ്. ഇത് ഇത്രയാണ് കിട്ടുന്നത്. ഓ അടിപൊളി. നമ്മൾ ആ ഭാഗത്തേക്കല്ലേ പോകുന്നത്. അവിടെ ആണെങ്കിൽ ഭയങ്കര മഴക്കോള്. ഇവിടൊക്കെ ഇച്ചിരി ക്ലിയറായി വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക്. പക്ഷെ മൗണ്ടെയിൻ റീജിയൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അവിടെ നല്ല മഴക്കോളുണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് എനിക്ക് ബഫ് മോമോയും പാത്തുവിന് ചൗമീനുമാണ്. ആൻഡ് ബ്ലാക്ക് ടീ ഉണ്ട്. ഈ ചേട്ടനാണ് നമുക്ക് സെർവ് ചെയ്തത്. സേ ഹായ്. ഹായ്. ഇവിടെ കൈ കാണിച്ചു, അതിനെ അടുത്തോളാം. കൈ നോക്ക്, വണ്ടിയൊന്നുമില്ല. നല്ലൊരു അവിടുന്നേ വരുന്നുണ്ട്. അവിടെ നോക്ക്, അവിടെ ഇച്ചിരി ഗ്രീൻ കളറ്, ബാക്കി ഇത്രയും ചെളിയൊക്കെ ആയിട്ടുള്ള വെള്ളം. അവിടെ എന്താ അത്രയും ഗ്രീൻ കളർ? ഹായ് നൈസ്.
നല്ല ക്ലൗഡ്സ് അവിടെ, ബാക്കിയെല്ലാം ഇരുണ്ട് കിടക്കുക. അന്നപൂർണ്ണ കാണാമെന്നുള്ള ഉദ്ദേശം വേണ്ട. ഇതാണ് ഇവിടുത്തെ റൂട്ട് മാപ്പ്. ബേസിക്കലി നമുക്ക് പോകേണ്ടത് ഇവിടെ ഗന്ത്രുക്, അവിടെയാണ് പോകേണ്ടത്. ട്രെക്കിംഗ് റൂട്ട് ഓഫ് ഗോരപ്പാനി, ഗന്ത്രുക് ആൻഡ് ABC ഏരിയ. ABC ഏരിയ എന്ന് വെച്ചാൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടുന്ന് ഈ ഗന്ത്രുക്കിൽ പോകണമെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം. അറൗണ്ട് 4000 നേപ്പാളീസാണ് കൊടുക്കേണ്ടത്, 4000 നേപ്പാളി കറൻസി. അല്ലാണ്ട് പെർമിറ്റ് ഇല്ലാണ്ട് കയറ്റി വിടൂല. സോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമയം 4:30. നമ്മൾ ഇവിടുന്ന് പെർമിറ്റും എടുത്ത് മേളിൽ ചെല്ലുമ്പം 5 മണിയാവും. 5 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഇരുട്ടും. ഇവിടെ പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണ്, നേരത്തെ ഇരുട്ടും. നമ്മളപ്പോൾ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് എന്നുള്ള രീതിയിൽ പെർമിറ്റ് എടുക്കുകയാണ്. പോയി നോക്കാം, എന്തായാലും വന്നതല്ലേ. എന്താ സമയം എടുക്കുന്നത്? നമ്മുടെ അടുത്ത് അവിടെ നിന്ന് പെർമിറ്റ് വേണ്ടാന്നല്ലേ പറഞ്ഞേ കയറിയപ്പോ. പക്ഷെ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ ആരും പറഞ്ഞില്ല. സോ ഞങ്ങളുടെ വ്ലോഗിൽ ഞങ്ങൾ പറയുകയാണ്, ഇവിടെ വരുന്നവർ പെർമിറ്റ് എടുത്തിട്ട് വരിക, ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ പെർമിറ്റ് എടുക്കുന്നില്ല ഇൻ ദി സെൻസ് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല, OTP വരേണ്ട നമ്പറിൽ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല റീസൺസ് കാരണം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. മാത്രമല്ല ഇപ്പം തന്നെ സമയം 4:45 കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി കയറി മേളിൽ ചെന്ന് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഓഫീസറും അത് തന്നെയാണ് പറഞ്ഞത്, ഇനി പോയിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെറുതെ അങ്ങ് വരെ ചെന്ന് ഒന്നും കാണാൻ പറ്റാണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും ബാഡാവും. സോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഇവിടെ വരാം, വില്ലേജ് കാണാമെന്നുള്ളതായിരുന്നു. പക്ഷേ നടന്നില്ല. എവറിത്തിങ് ഈസ് ഫോർ ഗുഡ്. നമുക്ക് അങ്ങനെ വിശ്വസിച്ച് പോവാം. ഇത് പാറകൾ നോക്കി, ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള പാറകൾ. ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടുതലും ഇങ്ങനെ പശ്മിന ഐറ്റംസിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കും. നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു. ഇതൊരു ഷോപ്പാണ്, സുവനീറും ടിബറ്റൻ ഫ്ലാഗും ഒക്കെ കൊടുക്കുന്നൊരു ഷോപ്പാണ്. ഭയങ്കര നീറ്റായിട്ട് അവർ സ്ട്രീറ്റെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്ക്, ഭയങ്കര ക്ലീനാണ്. ഒരു പൊടി പോലും ഇല്ല തറയിൽ. ഓക്കെ, ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ദേ അവിടെ ഒരു ഷോപ്പുണ്ട്, ഹിമാലയൻ ജാവ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ, ഡിന്നർ അവിടെ നിന്നാക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറച്ചുകൂടെ ലൈവാണ്, കുറച്ചുകൂടെ ഹാപ്പനിങ് പ്ലേസാണ് ഇവിടെ. നമ്മൾ അപ്പുറത്ത് നിന്നതിനേം കാട്ടി ഇവിടെ കുറച്ചുകൂടെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് കോഫി, ഹിമാലയൻ ജാവ കോഫി. ഇവിടെ അല്ല, നമ്മൾ അകത്തൊരു ഷോപ്പുണ്ട് ഹിമാലയൻ ജാവ എന്ന് പറഞ്ഞിട്ട്. അവിടെ അവിടെ കുറേ വണ്ടികളുണ്ട്, അത് കാണാൻ പോവുക. ഓ, എന്തൊരു സന്തോഷം. ആ പുൾ അടിപൊളി. ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നില്ലേ, അയൺമാൻ്റെ സ്യൂട്ട്. ഓ മൈ ഗോഡ്. ഡുക്കാട്ടി
ഫുള്ള് ബാറ്റ്മാൻ്റെ രീതിയിൽ. വാവ്, ഇത് ആരുടെ ഐഡിയ ആണെങ്കിലും വാവ്. The legendary item CB400. Oh, that is a legend. Pin to pin. Nice. അടുത്ത S3800 അല്ല. ഹായ്, മിൽക്ക് കേക്ക്. എനിക്കെല്ലാം കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഓ മോനെ, മുകളിലേക്ക് നോക്ക്. അപ്പൊക്കെ ഹാപ്പി. പഴയ ടയറാണ്, പുതിയ ടയർ. ആ വീണേക്കുന്ന പാടിപ്പോഴും വണ്ടിക്കകത്ത് തന്നെ. അതാണ് ശരിയാ. ഓ അടിപൊളി. ഇന്ത്യൻ റുപ്പീസാ അല്ലേ? ഞാനൊരു ഹണി കേക്ക് മേടിച്ചു. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗുഡാണ്. മഴ പൊടിക്കുന്നുണ്ട് ഇപ്പം. നമ്മുടെ ബൈക്ക് ദേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഹിമാലയൻ ജാവ കോഫി. ഇവിടുത്തെ ATM കൗണ്ടറൊക്കെ എങ്ങനെയാ കണ്ടോ? എനിക്ക് ഈ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബൊഹോ എന്ന് പറയുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ്. ബൊഹോ ഹാൻഡ് ക്രാഫ്റ്റഡ്. എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസാണ്. La da
देखिए कितना अच्छा हो रहा है।